ഹായ് ഹലോ സഹകാരി റേസ് പ്ലസിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും PYQ സീരീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ചോദ്യപേപ്പർ എന്ന് പറയുന്നത് എന്താണ് 077/2022 എന്നുള്ള ഈ ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിയേടാ, COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്നാണ് നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി, പക്ഷെ എന്നാലും ഈ പറയുന്ന ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്തുണ്ട്, പ്രാധാന്യം ഉണ്ട്. നോക്കിക്കേടാ, COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്നാണ്. പഞ്ചാബ് ആണോ, കേരളമാണോ, ബീഹാർ ആണോ, ഹരിയാനയിലാണോ, എവിടെയാണടാ, ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ പഞ്ചാബ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ എ പഞ്ചാബ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കി നോക്കാം. നോക്കിയടാ, COVID-19 കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? എന്താണ്? SARS-CoV-2 അല്ലെ. ഇനി 2019 COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പട്ടണം ഏതാണ്? ഏത് രാജ്യത്തായിരുന്നു? ചൈനയിലായിരുന്നു അല്ലെ. ചൈനയിൽ ഏതായിരുന്നു? വുഹാൻ ആയിരുന്നു അല്ലെ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ച സംസ്ഥാനം, ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത്? നമ്മുടെ കേരളത്തിലായിരുന്നു അല്ലെ. തൃശ്ശൂരിലാണ് ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത്. ഇനി എന്താണ്? COVID-19 പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാന പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആരംഭിച്ചത് 2020 മാർച്ച് 22 തൊട്ട് ആയിരുന്നു. ഓക്കെ, ഇനി നോക്കിയേ, കൊറോണ വൈറസ് ബാധയെ തുടർന്ന് മുഴുവനായും കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? അതായിരുന്നു നമ്മുടെ ചോദ്യം അല്ലേ. ഏതാണ്? പഞ്ചാബ് ആയിരുന്നു. ഇനി COVID-19 വ്യാപനം തടയുന്നതിനായി ആദ്യമായിട്ട് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? രാജസ്ഥാൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ COVID-19 ഒരു ചോദ്യമായിരുന്നു, അത് ബേസ് ചെയ്ത് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കിയത്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ? വൈറസിന്റെ ശാസ്ത്രീയ നാമം അല്ലെ, ഒന്ന് ഓർമ്മ, നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മ വരും അല്ലേ. നോക്കിക്കാൻ അതിന്റെ ശാസ്ത്രീയ നാമം നമ്മൾ പറഞ്ഞു. പിന്നെ ചൈനയിലെ വുഹാൻ ആണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്, 2019 പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിക്കുന്നത് കേരളത്തിൽ, നമ്മുടെ തൃശ്ശൂർ ആയിരുന്നു. പിന്നെന്താണ്? ആദ്യമായിട്ട് ജനതാ കർഫ്യൂ ആരംഭിക്കുന്നത് 2020 മാർച്ച് 22 മാത്രമല്ല, കൊറോണ വൈറസ് ബാധയെ തുടർന്ന് മുഴുവനായും കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. COVID-19 വ്യാപനം തടയുന്നതിനായി ആദ്യമായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണെങ്കിൽ അത് രാജസ്ഥാനാണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം നോക്കിയേ, മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ നമ്മുടെ രക്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രക്തവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കിക്കേ. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. രക്തകോശങ്ങളാണ് 3 തരത്തിൽ കാണപ്പെടുന്നു. കറക്റ്റ് ആണ് അല്ലെ, 3 തരത്തിൽ കാണപ്പെടുന്നു. ഇനി എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേത രക്താണുക്കൾ അറിയപ്പെടുന്നതാണോ? ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ് അല്ലെ. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. അതുകൊണ്ടാണ് നമ്മളടുത്ത് ഇരുമ്പ് അടങ്ങിയ ആഹാരമൊക്കെ കഴിക്കാൻ പറയല്ലേ, രക്തം ഊറാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ പറയാറില്ലേ. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ എന്നും പറയുന്നുണ്ട്. നോക്കിയേ, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ രക്തവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് കൃത്യമായിട്ട് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. നോക്കിയടാ, നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് മനുഷ്യ ശരീരം ഒരു വിസ്മയം അല്ലെ, മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്നുള്ള ചാപ്റ്ററിനകത്ത് കൃത്യമായിട്ട് എന്ത് പറയുന്നുണ്ട്? നമ്മുടെ ഈ ഒരു രക്തത്തെ പറ്റിയിട്ടും രക്തപരിചയ വ്യവസ്ഥയെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നോക്കിക്കേ, ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യമാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ഇനി ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇരുമ്പും പ്രോട്ടീനുമാണ് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് എന്ത് പറയുന്നത്? ഇരുമ്പ് അടങ്ങിയ ആഹാരമൊക്കെ കഴിക്കാനായിട്ട് പറയുന്നത്. നമുക്കപ്പോൾ അത് കിട്ടി. പിന്നെ അടുത്ത് നോക്കിക്കേ, ശ്വാസകോശത്തിൽ നിന്നും കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ശ്വാസകോശത്തിൽ നിന്നും നമ്മുടെ കോശങ്ങളിലേക്ക് ഓക്സിജൻ കൊണ്ടെത്തിക്കുകയും അതുപോലെ തന്നെ കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസകോശത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നതിൽ ഈ രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം രക്തത്തിലെ പ്രധാന ഘടകങ്ങളാണ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കോശങ്ങളിലെ 3 തരത്തിന്റെ ഇത് പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? പ്ലേറ്റ്ലെറ്റ്, ചുവന്ന രക്ത
രക്തകോശം, വെളുത്ത രക്തകോശം. പിന്നെ ഒരു കമ്പോണന്റ് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. നോക്കിയുടെ പ്ലാസ്മ എന്താണ്? രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇളം മഞ്ഞ നിറമാണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? ഈ പ്ലാസ്മയാണ്. അപ്പൊ ദ്രാവക ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ഇനി എന്താണ്? വെളുത്ത രക്തകോശങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ചുവന്ന രക്തകോശങ്ങളും ഉണ്ട് അല്ലേ? RBC അതുപോലെ തന്നെ WBC നമുക്കറിയാവുന്ന കാര്യമാണ്. അതിൽ എന്താണ്? WBC നമ്മൾ എന്തിനാ സഹായിക്കുന്നത്? നോക്കിക്കേ, നിശ്ചിത ആകൃതിയൊന്നുമില്ല, അതുപോലെ തന്നെ എന്താണ്? കോശത്തിന് എന്തുണ്ട്? മർമ്മമൊക്കെ ഉണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു അല്ലേ? രോഗാണുക്കൾ. അപ്പം നമുക്ക് WBC കുറവാണെങ്കിൽ എന്താണ്? ആ ആൾക്ക് എന്തായിരിക്കും? ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വന്ന് എന്ത് ചെയ്യും? പിടിക്കും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ WBC എന്താണ്? രോഗാണുക്കളെ പ്രധാനമായിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് WBCയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ചുവന്ന രക്തകോശങ്ങളുണ്ട്, RBC അല്ലേ? ഡിസ്കിന്റെ ആകൃതിയാണ്, മർമ്മമില്ല. ഓക്കെ, നോട്ട് ചെയ്യാൻ, മർമ്മമില്ല. പിന്നെ എന്താണ്? ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് RBCയിലാണ്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയമൊക്കെ നടക്കുന്നത് RBCയിലെ ഇതിലാണ്. ഇനി പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. പ്ലേറ്റ്ലെറ്റ് എന്താ ചെയ്യുന്നത്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് മുറിവൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ എന്താണ്? ആ രക്തത്തെ കട്ട പിടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു, ശരിയാണ്. ഇനി എറിത്രോസൈറ്റ്സ് എന്താണ്? ശ്വേത രക്താണുക്കൾ, WBC അങ്ങനെ വല്ലതും നമ്മൾ കണ്ടോ? ഇല്ല. ഇനി ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പെന്നുള്ളതും ശരിയാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് പ്ലാസ്മ പ്രോട്ടീൻ ആണ്. ആണോ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ആരാണ്? നമ്മളിപ്പോൾ പഠിച്ചിട്ട് വന്നു. പ്ലേറ്റ്ലെറ്റ് ആണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടാണ് വന്നത് അല്ലേ? അപ്പോൾ എന്താണ്? അതും തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരി? നമ്മളോട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉമാണ് അവിടെ. ഓപ്ഷൻ സി 1ഉം 3ഉം ശരി എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് PSCയിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ചോദ്യം, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ക്രിക്കറ്റ് ഉണ്ട്, ഹോക്കി ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്. ഏതാണ്ട് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ക്രിക്കറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. യശ്പാൽ ശർമ്മ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതെന്നാണ്? കേരളമാണോ, അതോ മണിപ്പൂരാണോ, മഹാരാഷ്ട്രയാണോ, തമിഴ്നാടാണോ? അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം എന്താണ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? അറിയാമെങ്കിൽ കമന്റ് ചെയ്തേ. ഏതാണടാ? മണിപ്പൂരാണ്. ഓപ്ഷൻ ബി മണിപ്പൂരാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം മണിപ്പൂർ ആസ്ഥാനമായിട്ടുള്ള യാ ഓൾ ആണ്. ഓക്കെ, ഇനി 2018 സ്ഥാപിതമായ ഈ ടീം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ പ്രത്യേക ഫുട്ബോൾ ക്ലബായി കണക്കാക്കപ്പെടുന്നു. അപ്പം എന്താണ്? നമ്മുടെ മണിപ്പൂരാണ് എന്താണ് ഈ പറയുന്ന 2018 അത് സ്ഥാപിതമാകുന്നത്. പിന്നെ എന്താണ്? 2018 സ്ഥാപിതമായ ട്രാൻസ്ജെൻഡർ പുരുഷന്മാർ, ട്രാൻസ്മെൻ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫുട്ബോൾ ടീം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാടാ. ഇന്ത്യയിലെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ നമ്മുടെ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ചന്ദ്രയാൻ 2നെ പറ്റിയിട്ടൊക്കെ അറിയാം അല്ലേ? അപ്പോൾ ഈ ചന്ദ്രയാൻ 2 എപ്പോഴാണ് എന്നാണ് വിക്ഷേപിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2019 സെപ്റ്റംബർ 7 ആണോ, 2019 ജൂലൈ 3 ആണോ, 2019 ഏപ്രിൽ 21 ആണോ, 2019 ജൂലൈ 22 എന്നാണടാ? 2019 ജൂലൈ 22 എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചന്ദ്രയാൻ 2 എന്ത് ചെയ്യുന്നത്? വിക്ഷേപിക്കുന്നത്. ഓക്കെ, ഇനി 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹിക പ്രവർത്തക ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2022 എന്താണ്? പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തകയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ശാന്തി ദേവിയുണ്ട്, സുധാ ഹരിനാരായൺ ഉണ്ട്, KV റാബിയ ഉണ്ട്, P അനിതയുണ്ട്. ഏതാണ് ഉത്തരം വരുന്നത്? KV റാബിയാണ് എന്താണ് സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ പത്മശ്രീ ആ ഒരു വർഷം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ വർഷവും എന്താണ് പത്മശ്രീയുടെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം. 2026 പത്മശ്രീ ജേതാക്കൾ എന്താണ്? AE മുത്തുനായകം എന്താണ്? ശാസ്ത്രം എഞ്ചിനീയറിംഗ് ISRO മുൻ ശാസ്ത്രജ്ഞനും കൂടിയാണ്.
കലാമണ്ഡലം വിമല മേനോനുണ്ട്, കലാ മോഹിനിയാട്ടം അല്ലേ. പിന്നെ കൊല്ലക്കയിൽ ദേവകി അമ്മ, സാമൂഹ്യ സേവനം അല്ലേ. ഇവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഇടയ്ക്ക് പത്മശ്രീ ലഭിച്ചിട്ട് ഉണ്ടായിരുന്നു. ഇനി കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി, വളരെ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. പക്ഷെ എന്താണ്, കുറച്ച് നമ്മൾ പിന്നിലേക്ക് ഇറങ്ങി പോവേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊന്ന് നമുക്ക് നമ്മുടെ ഓർമ്മകളൊക്കെ ഒന്ന് ചകഞ്ഞു നോക്കാം അല്ലേ. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കർ ആണോ, EMS നമ്പൂതിരിപ്പാടാണോ, പട്ടം താണുപിള്ളയാണോ, സി അച്യുത മേനോനാണോ? ആരാണ് രണ്ടാമത്തെ മുഖ്യമന്ത്രി? ആരാണ്? പട്ടം താണുപിള്ളയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഓർഡർ അറിയണം അല്ലേ. ആദ്യം ആരാണ്, പിന്നെ ആരൊക്കെ വന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയേക്കാം. നോക്കിയേ, EMS ആയിരുന്നു ആദ്യത്തെ അല്ലേ, ആദ്യത്തെ മുഖ്യമന്ത്രി 1957 മുതൽ 1959 വരെ. പിന്നെ ആര് വന്നു? പട്ടം താണുപിള്ള. അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ മുഖ്യമന്ത്രി. ഓക്കെ, പട്ടം താണുപിള്ള 1960 മുതൽ 62 വരെ. പിന്നെന്താണ്? ആർ ശങ്കർ 1962 മുതൽ 64 വരെ. പിന്നെ ആര് വന്നു? പിന്നെ EMS വന്നു. ദെൻ സി അച്യുത മേനോൻ, അത് കഴിഞ്ഞ കെ കരുണാകരൻ, AK ആന്റണി. ഇവരുടെ കാലഘട്ടമൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ നോട്ടിൽ എഴുതി എന്ത് ചെയ്യുക, അറിയില്ലെങ്കിൽ നോട്ടിൽ എഴുതി അതെന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, പിന്നെ ആരൊക്കെ വന്നടാ? പിന്നെ വന്നതാണ് PK വാസുദേവൻ നായർ, CH മുഹമ്മദ് കോയ, പിന്നെ EK നായനാർ വന്നു, കെ കരുണാകരൻ, പിന്നെ അവർ അല്ലേ. ആ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വായിച്ച് പഠിക്കുക. AK ആന്റണി, EK നായനാർ, AK ആന്റണി. പിന്നെ ഉമ്മൻചാണ്ടി വന്നു 2004 2006, VS അച്യുതാനന്ദൻ 2006 2011, ഉമ്മൻചാണ്ടി 2011 2016, ദെൻ പിണറായി വിജയൻ 2016 തുടരും. ഇപ്പോഴും എന്ത് ചെയ്യുന്നു, തുടർന്നുകൊണ്ട് ഇരിക്കുന്നു. ഓക്കെ അല്ലേ. ഈ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊഴിഞ്ഞ ഇലകൾ നോക്കിക്കേ, O രാജഗോപാൽ, ജോസഫ് മുണ്ടശ്ശേരി, P കുഞ്ഞിരാമൻ നായർ, പുതുശ്ശേരി രാമചന്ദ്രൻ. ഇതിൽ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ? ആരുടെ ആത്മകഥയാണ്ടാ? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താ, P കുഞ്ഞിരാമൻ നായരൊക്കെ നമ്മുടെ ഓപ്ഷനിലുണ്ട്. P കുഞ്ഞിരാമൻ നായരുടെയൊക്കെ ആത്മകഥ ഏതാണെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ് കൊഴിഞ്ഞ ഇലകൾ നമ്മളിപ്പോൾ നോക്കി. ബാക്കിയുള്ള കുറച്ച് ആത്മകഥകളും കൂടെ നമുക്ക് നോക്കി നോക്കാം അല്ലേ. നോക്കിയേടാ, കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയാണ്. കവിയുടെ കാൽപ്പാടുകൾ അത് ആരുടെയാണ്? P കുഞ്ഞിരാമൻ നായർ. അപ്പോൾ P കുഞ്ഞിരാമൻ നമ്മുടെ ഓപ്ഷനിലുണ്ട് അല്ലേ. ഇനി ആരാണ്? എൻ്റെ കഥ നമുക്കറിയാം, മാധവിക്കുട്ടി. എൻ്റെ ജീവിതകഥ AK ഗോപാലനാണ്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയാണ്. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. ഓക്കെ, ജസ്റ്റ് കുറച്ച് ആത്മകഥകളും അത് എഴുതിയ ആളുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് കേരള പാണിനി എന്നറിയപ്പെടുന്നത്, വീണ്ടും ഒരു എളുപ്പമുള്ളൊരു ചോദ്യമാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണോ, AR രാജരാജവർമ്മയാണോ, കേരളവർമ്മ വലിയകോയി തമ്പുരാനാണോ, N കൃഷ്ണപിള്ളയാണോ? ആരാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ആരാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി AR രാജരാജവർമ്മയാണ്. ഓപ്ഷൻ ബി AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇദ്ദേഹത്തെ പറ്റി നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള 10ാം ക്ലാസ്സിലെ കേരള പാഠാവലി പാർട്ട് 1 പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. AR രാജവർമ്മ ചങ്ങനാശ്ശേരി 1863 ജനിച്ചു. 1918 അദ്ദേഹം മരിച്ചത്. ചങ്ങനാശ്ശേരിയിലാണ് ജനിച്ചത്. കേരള പാണിനി എന്നറിയപ്പെടുന്നു. പിന്നെന്താണ്? അധ്യാപകനാണ്, സംസ്കൃത പാഠശാല ഇൻസ്പെക്ടർ, സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങിയ പദവികൾ വഹിച്ചു. കേരള പാണിനീയം, ഭാഷാഭൂഷണം, വൃത്തമഞ്ജരി, സാഹ്യം, പിന്നെന്താണ്? ശബ്ദശോധിനി, മാധ്യമ വ്യാകരണം തുടങ്ങി ഭാഷയ്ക്ക് അടിസ്ഥാനം നൽകിയ പ്രാമാണിക കൃതികളും, പിന്നെന്താണ്? ഭാഷ കുമാരസംഭവം, മലയാള ശാകുന്തം, മലയവിലാസം, പിന്നെന്താണ്? പ്രസാദമാല തുടങ്ങിയ കൃതികളും എന്താണ്? നമ്മുടെ ARന്റെ സംഭാവനകളിൽ പെടുന്നു. ഓക്കെ, SCRT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പം എന്തോരം കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളും ഒക്കെ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് പഠിച്ചു. അപ്പം നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം? ബിരിയാണി, വാസന്തി, വേൽമരങ്ങൾ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം. നമുക്കറിയാം ഓരോ വട്ടവും എന്ത് ചലച്ചിത്ര പുരസ്കാരങ്ങൾ വരാറുണ്ട് അല്ലേ. നാഷണൽ അല്ലെ, നമ്മുടെ കേരള സംസ്ഥാനം ഇതും വരാറുണ്ട്. അപ്പം അത് എന്ത് ചെയ്യുക, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതായിരുന്നു എന്നുള്ളതാണ്. അത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നുള്ള ഒരു ചിത്രത്തിനായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമാണ്. റിപ്പീറ്റ് അടിച്ച ഒരുപാട് ചോദ്യ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അക്ഷാംശ സ്ഥാനം, രേഖാംശ സ്ഥാനം മാറ്റിയും തിരിച്ചും ഒക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് അക്ഷാംശ സ്ഥാനമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അക്ഷാംശ സ്ഥാനം എത്രയാണടാ? നോക്കിക്കേ, 8 ഡിഗ്രി 4 വടക്ക് മുതൽ
എന്താണ് 37°6 വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഓപ്ഷൻ എ ഉണ്ടല്ലോ. ഓപ്ഷൻ എ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മുടെ രേഖാംശ സ്ഥാനം, അപ്പോൾ ഉറപ്പായിട്ട് മറ്റൊരു ചോദ്യം വരും. അങ്ങനെയാണെങ്കിൽ രേഖാംശ സ്ഥാനം ലോഞ്ചിറ്റ്യൂഡ് എത്രയാണ്? 68°7 കിഴക്ക് മുതൽ 97°25 കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. ഡാർജിലിംഗ്, എന്താണ്, സിംല ഉണ്ട്, ഷിലോങ് ഉണ്ട്, ദ്രാസ് ഉണ്ട്. എന്താണ് ഓപ്ഷൻ ഡി, ദ്രാസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? സഹാറയാണോ? ശീത മരുഭൂമിയാണ്, കോൾഡ് ഡെസേർട്ട് അല്ലേ, ഹോട്ട് അല്ല. എന്താണ്, ശീത മരുഭൂമിയാണ് ചോദിച്ചിരിക്കുന്നത്. സഹാറയാണോ? അല്ല. പിന്നെന്താണ്, അറ്റക്കാമയുണ്ട്, താർ മരുഭൂമിയൊക്കെ പറയുന്നുണ്ട്. താറൊക്കെ വരുമോ? ഇല്ല. പിന്നെ ഏതാണ്, ലഡാക്ക് ആണ് ഇന്ത്യയുടെ ശീത മരുഭൂമി എന്ന് പറയുന്നത്. തണുപ്പുള്ള മരുഭൂമി അല്ലെ, തണുത്ത അല്ലെ, ലഡാക്കാണ് ശീത മരുഭൂമി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത്, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം. എവറസ്റ്റ് കൊടുമുടി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളാണോ, നമ്മുടെ ഇന്ത്യയാണോ, ചൈനയാണോ, ഭൂട്ടാനാണോ? എവിടെയാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഓപ്ഷൻ സി, നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ജലപാത 1 NW1 ബന്ധിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? സദിയ, ധൂബ്രി, കൊല്ലം, കോട്ടപ്പുറം, അലഹബാദ്, ഹാൽദിയ, കാക്കിനഡ, പുതുച്ചേരി. അപ്പൊ ഏതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്? അലഹബാദ്, ഹാൽദിയാണ് NW1 അല്ലെങ്കിൽ എന്താണ് ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കർണാടക, ജാർഖണ്ഡ് ഒക്കെ നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പ്രാചീന കാലം മുതൽക്കേ ഇന്ത്യക്കാർ ലോഹ സംസ്കരണ സാങ്കേതിക വിദ്യയിൽ അറിവുള്ളവരായിരുന്നു. ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. അപ്പൊ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് 1907 എന്താണ്, സാക്ചിയിൽ, അത് ജംഷഡ്പൂർ ആണ്. അവിടെ എന്താണ്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ ആരംഭിച്ചതോടെ അല്ലെ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചതോടു കൂടിയാണ് 1907 എന്താണ് നമ്മുടെ ആ ഒരു ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ, ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം വരുന്നത്. പിന്നെന്താ പറയുന്നത്, 1919 പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും എന്ത് ചെയ്തു? 1919 എന്ത് വരുന്നത്? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വരുന്നത്. അതിനുശേഷം 1923 കർണാടകയിൽ, നോട്ട് ചെയ്യുക, കർണാടകയിൽ മൈസൂർ എന്താണ് അയൺ ആൻഡ് സ്റ്റീൽ, അതായത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും നിലവിൽ വന്നു. അപ്പൊ നമുക്ക് കിട്ടിയല്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. നമ്മൾ ചോദിച്ചിരിക്കുന്നത് വിശ്വേശ്വരയ്യ അയൺ എന്താണ് ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കർണാടക എന്താ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കണ്ടോ, SCRT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി നോക്കിയാൽ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം അതിവേഗം എന്ത് ചെയ്തു? വളർച്ച പ്രാപിച്ചു. 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് എന്താണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നിവിടങ്ങളിൽ 3 സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ യഥാക്രമം സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ചത്. പിന്നീട് ഇവയുടെ നടത്തിപ്പും ഉത്തരവാദിത്വവും സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടുണ്ട്. എവിടെയാണ്? കർണാടകയാണ്. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. എവിടെ എന്തായിരുന്നു? ജംഷഡ്പൂർ, നമ്മുടെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി 1907. പിന്നെ 1919 പശ്ചിമ ബംഗാളിലെ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. പിന്നെ 1923 എന്ത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഒക്കെ വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ്, എന്താണ് ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, പീറ്റ്. ഏതാണ്? ഓപ്ഷൻ എ ലിഗ്നൈറ്റ് ആണ് എവിടെ കാണുന്നത്? നമ്മുടെ തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് റാണിഗഞ്ച് ആണോ, ബൊക്കോറോ ആണോ, കോർബയാണോ, ജാരിയാണോ? എവിടെയാണ്? ഓപ്ഷൻ ഡി, ജാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഇനി ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? നഹർകത്തി ഉണ്ട്, അങ്കലേശ്വർ ഉണ്ട്,
പിന്നെന്താണ് ഡിഗ്ബോയ് ഉണ്ട്, മുംബൈ ഹൈ ഉണ്ട്. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ഡിഗ്ബോയ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്, അടുത്ത ചോദ്യം, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് മുംബൈ താനെയാണോ, റോഹ മംഗലാപുരം ആണോ, മുംബൈ തിരുനെൽവേലി ആണോ, ഷോലാപൂർ ഷിമോഗയാണോ? ഏതൊക്കെ തമ്മിലാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഓപ്ഷൻ ബി റോഹ മംഗലാപുരമാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. റോഹയും മംഗലാപുരവും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ചോദ്യമാണ്. നോക്കിക്കേ, ശരിയായവയാണ് നമ്മളോട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത്. ഭാഗം 3 കറക്റ്റ് ആണല്ലേ? ഭാഗം 3ലാണ് വരുന്നത്? നമ്മുടെ മൗലിക അവകാശങ്ങൾ വരുന്നത്. പിന്നെന്താണ്? റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണോ? ഇനി എന്താണ്? ന്യായവാദാർഹമായത് അല്ലെ? കറക്റ്റ് ആണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി എന്നുള്ളതും പറയുന്നുണ്ട്. സ്വത്തവകാശത്തെ ഒഴിവാക്കി അല്ലേ? മൗലിക അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും ശരിയാണ്. ഇപ്പൊ ഇത് ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഉത്തരം വരുന്നത് ഏതാണ്? 1, 3, 4 ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ, നോക്കി നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് അതിൽ പ്രധാനം. പിന്നെന്താണ്? സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച് മൂല്യങ്ങൾ, ഇന്ത്യയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ എന്നിവ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ച മറ്റ് ഘടകങ്ങൾ ആണെന്ന് പറയുന്നു. പിന്നെന്താണ്? മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും മൗലിക അവകാശങ്ങളുടെ നാൾവഴികളായ അവകാശ രേഖകളും നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ് അടുത്ത് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 കിട്ടിയല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങൾ വരുന്നത് എന്നുള്ളത്. നമുക്ക് എന്താണ് SCERT ടെക്സ്റ്റ് ബുക്ക് തെളിയിച്ചു തരുന്നുണ്ട്. ഭാഗം 3ലാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ ഉള്ളത്. പിന്നെന്താണ്? സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. വീണ്ടും അടുത്ത ഇത് കിട്ടിയില്ലേ? അതായത് നിയമപരമായിട്ട് നമുക്ക് മൗലിക അവകാശങ്ങൾ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരെ കോടതി പോകാനുള്ള ഇതുണ്ടല്ലേ? അപ്പൊ അതും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതാണ് ഒരു ഓപ്ഷനായിട്ട്. അപ്പം അതും ശരിയാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഉറപ്പുവരുത്തുന്നതും ഭരണഘടനയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാം അല്ലേ? നോക്കിക്കേ, സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ, ചൂഷണത്തിനെതിരായ അവകാശം 23 മുതൽ 24 വരെ, പിന്നെ എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടിയല്ലേ? ഇനി അടുത്ത ചോദ്യത്തേക്ക് പോവാം. മൗലിക കടമകളാണ് അല്ലെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് അടുത്ത ചോദ്യത്തിൽ വരുന്നത്. നോക്കിക്കേ, ഇന്ത്യയുടെ പരമാധികാരം ഉൾപ്പെടാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഉള്ളതാണ് അല്ലെ? മൗലിക കടമകളിൽ ഉള്ളതാണ്. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. ഇനി തുല്യമായി ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം, അങ്ങനെ എന്തെങ്കിലും മൗലിക കടമകളിൽ പറയുന്നുണ്ടോ? ഇല്ല അല്ലെ? ഇനി എന്താണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ, 3ഉം 4ഉമാണ് നമ്മുടെ ഇതിൽ ഉൾപ്പെടാത്തവയായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ശരിയായ പ്രസ്താവനയാണ്. കുറച്ച് പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട്. അതിൽ ശരിയായവ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. പിന്നെന്താണ്? ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. ശരിയാണോ? മറാത്തി ഭാഷയാണോ? അപ്പൊ അതെന്താണ്? തെറ്റാണ്. ഇനി ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതും തെറ്റാണ്. ഇനി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. അതും എന്താണ്? തെറ്റാണ്. പിന്നെ എന്താണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? ജദുനാഥ് ഭട്ടാചാര്യാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി, ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം. അപ്പൊ ഇതിൽ എന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A വരുന്നത്. കറക്റ്റ് ആണ്. എന്താണ് അതിൽ പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എന്ത് വേണം? ആ ഒരു സൗജന്യവും ആയിട്ടുള്ള, നിർബന്ധവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണ്. ഇനി ഇത് വന്നത് ഏത് അമെൻഡ്മെന്റിലൂടെയാണ്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയായിരുന്നു അത് വന്നത്? 76-ാം ഭരണഘടനാ ഭേദഗതിയാണോ? ആണോ? അല്ല, 76-ാം ഭരണഘടനാ ഭേദഗതി അല്ല. പിന്നെന്താണ്? 86-ാമത് അമെൻമെന്റിലൂടെയാണ് അത് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? നോക്കിക്കേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ എന്താണ് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ചെയർമാനെ നിയമിക്കുന്നത് എന്താണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. ശരിയാണ്. എന്താണ്? അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. അങ്ങനെ ഇല്ല. പിന്നെ എന്താണ്? ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത് നോക്കാം. ഓക്കെ, നോക്കിയടാ, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ശരിയായവ ഏതാണ്? തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. ശരിയാണ്. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ എന്താണ്? 3 ഭാഗങ്ങളുണ്ട്. ശരിയാണ്. പിന്നെന്താണ്? ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. അതും എന്താണ്? ശരിയാണ്. ഇനി നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മില്ലിമീറ്ററിൽ 3600 × 2400 ആണ് എന്നുള്ളതാണ് അവിടുത്തെ തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി വരുന്നത്? 1ഉം അതുപോലെ തന്നെ 2ഉം 4ഉമാണ് അവിടെ ശരിയായിട്ട് വരുന്നത്. 1ഉം 2ഉം 4ഉം ഓപ്ഷൻ എ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? നോക്കിയടാ, ആദ്യം പറയുന്നു ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം. ഭാഗ്യവിധാത എന്നുള്ളതാണോ? അല്ല, ഭാരത് ഭാഗ്യവിധാത അല്ലെങ്കിൽ ഭാരത് വിധാത എന്നുള്ളതായിരുന്നു ആദ്യത്തെ നാമം. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ഇനി ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ് എന്നുള്ളത് ശരിയല്ലേ? ശരിയാണ്. അപ്പൊ 1ഉം 2ഉം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓക്കെ, നോക്കിയിട്ട് ആദ്യമേ ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഇതെന്താണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രസ്താവനകൾ ശരിയല്ലാത്തവ ഏതൊക്കെയെന്നാണ്. അപ്പൊ ആദ്യത്തത് എന്തല്ല? ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം എന്നുള്ളത് അവിടെ വരുന്നതല്ല. പിന്നെ ഇനി അടുത്ത് നോക്കിക്കേ, 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ആണോ? 26 ജനുവരി 1950 അല്ല, 1950 ജനുവരി 24 എന്ത് നമ്മുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമനയെ അംഗീകരിക്കുന്നത്. അപ്പൊ അതും എന്താണ്? അവിടെ വരുന്നതിൽ തെറ്റാണ്. അടുത്ത് നോക്കിക്കേ, മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയിലൂടെ INC ആണോ? ആ INC സമ്മേളനത്തിലാണോ നമ്മുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമനയെ നമ്മൾ അംഗീകരിക്കുന്നത്? അല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ആരുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് നമ്മുടെ ജനഗണമന ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അപ്പോൾ ഇത് എന്താണ്? തെറ്റാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രസ്താവനകൾ ശരിയല്ലാത്തവ ഏതൊക്കെയെന്നാണ്. ഏതൊക്കെയായിരുന്നു? 1ഉം അതുപോലെ 3ഉം 4ഉം. 1, 3, 4 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ഉണ്ടല്ലോ. ഓപ്ഷൻ എ ആണ് അവിടെയും ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ 2 വനിതകൾ ആരെല്ലാം? നോക്കിക്കേ, സുഷമ സിംഗ്, ദീപക് സന്ധു രേഖാ ശർമ്മ ജയന്തി പട്നായിക്, ഇന്ദിര ബാനർജി. ഇവരെല്ലാം ആരാണ്? എന്താണ്? നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായിട്ടുള്ള 2 വനിതകൾ ആരൊക്കെയാണ്? ഓപ്ഷൻ എ സുഷമ സിംഗും അതുപോലെ തന്നെ ദീപക് സന്ധുവുമാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ശരിയായ ജോഡിയാണ്. ഇവിടെ കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡി ഏതൊക്കെയെന്ന് നമ്മളോട് കണ്ടെത്താനാണ് പറയുന്നത്. നോക്കിക്കേ, MKSS വിവരാവകാശത്തിനുള്ള വേണ്ടിയുള്ള പ്രസ്ഥാനം. ശരിയാണ്. സ്വത്തവകാശം നിയമപരമായിട്ടുള്ള അവകാശമാണ്. ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശം. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ വരുന്നത്. അപ്പൊ എന്താണ്? ഇതെല്ലാം ശരി എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ,
അടുത്ത ചോദ്യം, ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത്, ദേശീയ മുദ്രയായിട്ട് അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? 24 ജനുവരി 1950 26 ജനുവരി 1950 ആണോ, 15 ഓഗസ്റ്റ് എന്നാണ് 1947 ആണോ, 26 നവംബർ 1949 എന്നാണ് ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിക്കുന്നത്? എന്നാണ്? ഓപ്ഷൻ ബി ആണ്, 26 ജനുവരി 1950 അംഗീകരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് നൽകിയത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് നൽകിയത്? ഏതാണ്? ഉപ്പ് സത്യാഗ്രഹമാണോ, എന്താണ് നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനമാണോ, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണോ, നിസ്സഹകരണ പ്രസ്ഥാനമാണോ? ഏതാണ് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു ഇത് ഗാന്ധിജി നൽകിയത്. ഓക്കെ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ബാലഗംഗാധര തിലകനാണോ, ഗോപാലകൃഷ്ണ ഗോഖലെയാണോ, ബിപിൻ ചന്ദ്രപാൽ ആണോ, സുഭാഷ് ചന്ദ്രബോസ് ആണോ? ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ആരാണ് നമ്മുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ ആണ്. ഓക്കെ, ഇനി സാരേ ജഹാം സെ അച്ഛ രചിച്ചത് ആരാണ്? സാരേ ജഹാം സെ അച്ഛ രചിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റഹ്മത്ത് അലി ആണോ, രവീന്ദ്രനാഥ് ടാഗോർ ആണോ, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണോ, മുഹമ്മദ് ഇക്ബാൽ ആണോ? ആരാണ് നമ്മുടെ സാരേ ജഹാം സെ അച്ഛ രചിച്ചത്? ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ് സാരേ ജഹാം സെ അച്ഛ രചിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം, അല്ലെ, ലാഹോർ സമ്മേളനം 1929 കേട്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധമില്ലാത്ത എന്താണ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക? ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ആണോ? പിന്നെ എന്താണ്? 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഏതൊക്കെയാണ്? ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു, അതുപോലെ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. 1 ഉം 4 ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനമാണോ, അതോ സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണോ, അതോ ഖിലാഫത്ത് പ്രസ്ഥാനമാണോ, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണോ? എന്താണ് 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം? ഓക്കെ, നോക്കിക്കേടാ, ചൗരി ചൗര സംഭവം എന്നാ നടക്കുന്നത്? 1922 നടക്കുന്നത്. ഇനി എന്താണ് ചൗരി ചൗര സംഭവം? ചൗരി ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിനെതിരെ എന്നാണ് കേട്ടോ, ജനക്കൂട്ടത്തിനെതിരെ പോലീസ് എന്ത് ചെയ്തു? വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷന് തീ കൊളുത്തുകയും 22 പോലീസുകാർ മരിക്കുകയും ചെയ്തതാണ് ചൗരി ചൗര സംഭവം. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. അതെന്തായിരുന്നു? 1922 ഫെബ്രുവരി 11 നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രസ്ഥാനം എന്താണ്? ഒരു പ്രക്ഷോഭം ഏതെന്നായിരുന്നു? ഉത്തരം എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണോ, ഖേഡ സത്യാഗ്രഹമാണോ, ബർദോളി സത്യാഗ്രഹമാണോ, ഉപ്പു സത്യാഗ്രഹമാണോ? നമ്മുടെ 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതായിരുന്നടാ? ബർദോളി സത്യാഗ്രഹമാണ്. ഏതാണ്? ബർദോളി സത്യാഗ്രഹം. ഇനി മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം, മിന്റോ മോർലി പരിഷ്കാരങ്ങൾ, എന്താണ്? മൊണ്ടേഗു ജെയിംസ് ഫോർഡ് പരിഷ്കാരങ്ങൾ, റൗലത്ത് നിയമങ്ങൾ, 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമം. ഏതാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം? എന്താണ്? മിന്റോ മോർലി പരിഷ്കാരങ്ങളായിരുന്നു. ഇനി അടുത്ത ചോദ്യം, ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ജോഡി എന്നാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആനി ബസന്ത് ഉണ്ട്, ബാലഗംഗാധര തിലക് ഉണ്ട്, സുഭാഷ് ചന്ദ്ര ബോസ് ഉണ്ട്, പിന്നെ എന്താണ്? ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ട്. അപ്പം ഹോം റൂൾ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേതാക്കളുടെ ശരിയായ ജോഡിയാണ് ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ആനി ബസന്തും അതുപോലെ തന്നെ ബാലഗംഗാധര തിലകുമാണ്. അപ്പോൾ 1ഉം 2ഉം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഡി ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്.
അടുത്ത ചോദ്യം, ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം. ഗാന്ധിജി എന്നാണ് വെടിയേറ്റ് മരിക്കുന്നത്? 1947 ഓഗസ്റ്റ് 15-നാണോ, 1948 ജനുവരി 30-നാണോ, 1946 ജനുവരി 12-നാണോ, 1942 ഓഗസ്റ്റ് 8-നാണോ? ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. എന്നാണ് 1948 ജനുവരി 30-നാണ് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. ഇനി അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണോ, അബ്ദുൽ കലാം ആസാദ് ആണോ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണോ, മുഹമ്മദ് ഇക്ബാൽ ആണോ? ആരാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? നമ്മുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് എന്താണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നാണ് അടുത്ത ചോദ്യം. ശ്രീനാരായണ ഗുരു ആണോ, അയ്യങ്കാളിയാണോ, വാഗ്ഭടാനന്ദനാണോ, ചട്ടമ്പി സ്വാമികളാണോ? ചെമ്പഴന്തിയിൽ ജനിച്ചത് ആരാണടാ? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. ശ്രീനാരായണ ഗുരുവാണ്. ജനനം എവിടെയാണ്? 1956 ഓഗസ്റ്റ് 20-നാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. എവിടെയാണ് ജന്മസ്ഥലം? ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലാണ്. പിന്നെ എന്താണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. പിന്നെന്താണ്? നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം എന്താണ്? ശിവഗിരിയാണ്. അതുപോലെ തന്നെ ആദ്യ രചന എന്താണ്? ഗജേന്ദ്ര മോക്ഷം, വഞ്ചിപ്പാട്ട്, പിന്നെ അരുവിക്കര. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ നിങ്ങളൊരു ചോദ്യം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഇനി ഇതിൽ ഞാൻ പറയാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആ നോട്ട് കുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോവുക. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലമാണ് കയ്യൂർ, മട്ടന്നൂർ, പൂക്കോട്ടൂർ, പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം എവിടെയാണ് നടക്കുന്നത്? പയ്യന്നൂരിലാണ്. ഓപ്ഷൻ ഡി, പയ്യന്നൂരിലാണ് നടക്കുന്നത്. നോക്കിയടാ, കേരള ഉപ്പു സത്യാഗ്രഹം നടക്കുന്നത് 1930-ലാണ്. ഇനി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13-ആണ്. പിന്നെന്താണ്? നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ആരാണ് നേതൃത്വം നൽകിയത്? കെ കേളപ്പനാണ്. ഇനി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, എവിടെ വെച്ചാണ് നടന്നതെന്നല്ലേ ചോദിക്കുന്നത്? പയ്യന്നൂരാണ്. ഇനി രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നതും പയ്യന്നൂരാണ്. ഇത്രയും കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഇ കെ നായനാറാണോ, EMS നമ്പൂതിരിപ്പാടാണോ, പിണറായി വിജയനാണോ, VS അച്യുതാനന്ദനാണോ? ആരാണ് 1.25 കോടി മലയാളികൾ എന്നുള്ള കൃതി രചിച്ചത്? ആരാണടാ? EMS നമ്പൂതിരിപ്പാട്. ഓപ്ഷൻ ബി, EMS നമ്പൂതിരിപ്പാടാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി, ബന്ധമില്ലാത്ത കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട്. നോക്കിക്കേ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, വാഗൺ ട്രാജഡി, അതുപോലെ തന്നെ എന്താണ് 1919 ഏപ്രിൽ 13-ന് നടന്ന സംഭവം, വാര്യം കുന്നത്ത് എന്താണ് കുഞ്ഞഹമ്മദ്, ഹാജി, സീദിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാർ ആയിരുന്നു. നമുക്കറിയാം ജാലിയൻ വാലാബാഗ് എന്താണ്? മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. അപ്പോൾ അത് ഇതിൽ വരുന്നതാണ്. പിന്നെന്താണ്? 1919 ഏപ്രിൽ 13-ന് നടന്ന സംഭവം എന്താണത്? ജാലിയൻ വാലാബാഗ് ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരാത്തത്? ഇവിടെ ഉത്തരമായിട്ട് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വരാത്തത്. അപ്പോൾ അതെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി ഉണ്ടല്ലേ. അതല്ലാതെ പിന്നെന്താണ്? നമ്മുടെ വാഗൺ ട്രാജഡിയും അതുപോലെ തന്നെ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ്, ഹാജി, സീദിക്കോയ ഇവരൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി നോക്കാം. ആദ്യം തന്നെ നോക്കിയിടാം, വാഗൺ ട്രാജഡി എന്താണ്? മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധമായ സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. 1921 നവംബർ 10-നാണ് നടക്കുന്നത്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇതുമായിട്ട് ബന്ധമില്ല. അതെന്തുമായിട്ട്? റൗലത്ത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ലേ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13-നാണ്. നമ്മുടെ ഓപ്ഷൻസിൽ അതുണ്ട്. നടന്നത് അമൃത്സർ, പഞ്ചാബിലാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വാഗൺ ട്രാജഡിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം അല്ലെ, വായിച്ചു നോക്കാം. വാഗൺ കൂട്ടക്കൊല നോക്കിക്കേ, മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എന്താണ് ഗുഡ്സ് വാഗണിൽ, ചരക്ക് വണ്ടി അല്ലെ, തീവണ്ടിയിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. വായു കടക്കാത്ത തീവണ്ടി മുറിയിൽ അവർ പ്രാണന് വേണ്ടി പിടഞ്ഞു. മരണവെപ്രാളത്തിൽ അന്യോന്യം മാന്തിപ്പറിക്കാൻ തുടങ്ങി. തീവണ്ടി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിൽ എത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അവശേഷിച്ചവർ മരണത്തോട് മല്ലിടുകയായിരുന്നു. 1921 നവംബർ 10-ന് നടന്ന ഈ ദാരുണ സംഭവം വാഗൺ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നു. ജന്മിത്വത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരായി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ക്രൂരമായ മർദ്ദനത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തി. ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കാര്യമാണ്, നമ്മൾ നോക്കി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്ത്
നമ്മുടെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ്. കല്ലുമാല സംഘടിപ്പിച്ചത് ആരായിരുന്നു? അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, വി.ടി. ഭട്ടതിരിപ്പാട്, വൈകുണ്ഠ സ്വാമികൾ. ആരായിരുന്നടാ കല്ലുമാല സമരം കൊണ്ടുവന്നത്? ആരായിരുന്നു? അയ്യങ്കാളി ആയിരുന്നു അല്ലെ? അയ്യങ്കാളിയാണ് നമ്മുടെ കല്ലുമാല സമരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി. അയ്യങ്കാളിയാണ് അപ്പം എന്താണ് നമ്മുടെ കല്ലുമാല സമരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി അല്ലെ? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ഇനി എന്താണ്? സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സജന പരിപാലന സംഘം. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളല്ലേ SCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കിട്ടുന്നത്? നോക്കിക്കേ, അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയും സഞ്ചാര സ്വാതന്ത്ര്യം, എന്താണ് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന എന്നിവ ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു. പിന്നെന്താണ്? അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ എന്താണ് അംഗമായി. ഇനി വില്ലുവണ്ടിയിലെ ചരിത്ര യാത്രയാണ് പറയുന്നത്. 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം കുറിച്ചു. അടുത്ത കല്ലുമാല സമരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കേ. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. പിന്നെന്താണ്? എന്ത് സംഭവിച്ചു? കീഴ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ എന്ത് ചെയ്തു? അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. ഈ ഒരു കാര്യമാണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് അവർ എന്ത് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേടാ? അടുത്ത ചോദ്യം, സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മന്നത്ത് പത്മനാഭനാണോ, AK ഗോപാലനാണോ, K കേളപ്പനാണോ, P കൃഷ്ണപിള്ളയാണോ? ആരാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്? ആരാണ്? എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലെ? മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണന ക്രമത്തിലുള്ളത് കണ്ടെത്തുക. അതായത് ഒരു ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം സംഭവിച്ചത് എന്താണ്? അങ്ങനെ നോക്കിക്കേടാ. ക്ഷേത്രപ്രവേശന വിളംബരമുണ്ട്, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിൽ ഏതാണ് ആദ്യം നടന്നത്? നമുക്ക് നോക്കി നോക്കാം. കാലഗണനാ ക്രമമാണ്. വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 1924 പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം അതിനുശേഷം 1931 നടക്കുന്നത്. പിന്നെന്തായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം 1936 പാലിയം സത്യാഗ്രഹം 1947 അപ്പോൾ ഒരു ഓർഡർ മനസ്സിലായല്ലോ. ആദ്യം നടക്കുന്നത് വൈക്കം സത്യാഗ്രഹം, പിന്നീട് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന വിളംബരം, ദെൻ പാലിയം സത്യാഗ്രഹം. അപ്പോൾ ഇതിൽ എങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം അല്ലേ? ഓപ്ഷൻ ഡി കൃത്യമായിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്നത് എന്നാണ്? 1942 45 47 46 എന്നാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്? നോക്കിയടാ, പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് 1946 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരം കൂടിയായിരുന്നു. തുലാപ്പത്ത് സമരം എന്നും എന്തറിയപ്പെടുന്നു? പുന്നപ്ര വയലാർ സമരം അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാൻ? നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം എന്ന് ഒരുപാട് ചോദ്യ പേപ്പറിൽ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് PSC. എന്തായിരുന്നു? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ്. ക്ഷേത്രപ്രവേശന വിളംബരമാണോ, കുണ്ട്ര വിളംബരമാണോ, വൈക്കം സത്യാഗ്രഹമാണോ, ചാന്നാർ ലഹളയാണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ്? നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം രചിച്ചത് കുമാരനാശാനാണോ, പണ്ഡിറ്റ് കറുപ്പനാണോ, VT ഭട്ടതിരിപ്പാടോ, സഹോദരൻ അയ്യപ്പനാണോ? ആരാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്? ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം രചിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? അഷ്ടമുടി കായലാണോ, പുന്നമട കായലാണോ, ബേക്കൽ കായലാണോ, വേമ്പനാട്ട് കായലാണോ? ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഏതാണടാ? വേമ്പനാട്ട് കായലാണ്. ഏതാണ്? ഓപ്ഷൻ ഡി, വേമ്പനാട്ട് കായൽ. ഇതിൽ ഏറ്റവും നീളം കൂടിയ കായലും ഏത് തന്നെയാണ്? വേമ്പനാട്ട് കായലാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ. അതുപോലെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർ തടാകവും വേമ്പനാട്ട് കായലാണ്. അതുപോലെ തന്നെ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ, വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? എറണാകുളം, കോട്ടയം, അതുപോലെ തന്നെ ആലപ്പുഴ. ഇനി കൊച്ചി കായൽ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ വേമ്പനാട്ട് കായൽ തന്നെയാണ്. അതുപോലെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നതും എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിന്റെ കൂടെ നിങ്ങൾ പഠിച്ചു അല്ലേ? കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്ര എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 380 കിലോമീറ്റർ, 480
കിലോമീറ്റർ, 680 കിലോമീറ്റർ, 580 കിലോമീറ്റർ. അപ്പോൾ കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ ആണ് കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം, 580 കിലോമീറ്റർ. അടുത്ത കേരളത്തിന്റെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി, കിഴക്കോട്ട് ഒഴുകുന്നതാണ്. ഏതൊക്കെയാണ്? ഭാരതപ്പുഴയാണോ, പമ്പാറാണോ, ഭവാനി, പെരിയാർ? ഇത്രയും ആണ് ഓപ്ഷൻസിൽ ഉള്ളത്. ഏതൊക്കെയാണ്? നമ്മുടെ പമ്പാറും അതുപോലെ തന്നെ ഭവാനിയുമാണ് എന്ത് ചെയ്യുന്നത്? കിഴക്കോട്ട് ഒഴുകുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, പമ്പാറും ഭവാനിയാണ് എന്ത് കിഴക്കോട്ട് ഒഴുകുന്നത്. ബാക്കി ഭാരതപ്പുഴയും പെരിയാറും ഒക്കെ എന്താണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണോ? അല്ല, പടിഞ്ഞാറേക്കാണ് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അതേതാണ്? 2ഉം 3ഉം ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം, ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 1853 ജൂൺ 12-നാണോ, 1761 മാർച്ച് 12-നാണോ, അതോ 1761 ജൂലൈ 12-നാണോ, 1861 മാർച്ച് 12-നാണോ? ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി, 1861 മാർച്ച് 12 എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓക്കെ, ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. നോക്കിക്കേടാ, പാലക്കാട്. നോക്കിക്കേ, പാലക്കാടും കോയമ്പത്തൂരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട്. താമരശ്ശേരി ആണെങ്കിലോ കോഴിക്കോടും മൈസൂരും ആണ്. ആര്യങ്കാവ് ആണെങ്കിൽ പുനലൂരും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. എന്നാൽ എന്താണ് പെരിയ ചുരം? എന്താണ്? മാനന്തവാടിയും മൈസൂരും. പേരമ്പാടി, നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് അല്ലെ, പേരമ്പാടി എന്തായിരുന്നു? കണ്ണൂർ, അതുപോലെ കൂർഗ് കർണാടക. നോട്ട് ചെയ്യുക. ഓക്കെ, ആൻസറിലേക്ക് നമുക്ക് എത്തേണ്ടതാണ്. പാൽ ചുരം വയനാട്, കണ്ണൂർ, അതുപോലെ തന്നെ എന്താണ്? ബോഡി നായ്ക്കന്നൂർ, ഇടുക്കി, മധുരൈ, അതുപോലെ തന്നെ ആലുവാമൊഴി, തിരുവനന്തപുരം, തിരുനെൽവേലി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? പേരമ്പാടി ആയിരുന്നു. കണ്ണൂർ കൂർഗ് കർണാടകയാണ്. എന്താണ്? കണ്ണൂർ കൂർഗ് കർണാടക എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പേരമ്പാടി ചുരമാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അടുത്ത ചോദ്യം, മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ, ചാലിയാർ, ഭാരതപ്പുഴ, ചാലക്കുടിപ്പുഴ. ഏത് നദിയുടെ തീരത്താണ് എന്ത് നടക്കുന്നത്? തിരുനാവായ നടക്കുന്നത്. ഓപ്ഷൻ സി, ഭാരതപ്പുഴയാണ്. ഓക്കെ, ഓപ്ഷൻ സി, ഭാരതപ്പുഴ. കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമലയിലാണ്. കേരളത്തിന്റെ 2ാമത്തെ വലിയ നദി കൂടിയാണ്. മാത്രമല്ല എന്താണ്? കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നു. എവിടെ കൂടിയൊക്കെയാണ് ഒഴുകുന്നത്? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഇനി ഭാരതപ്പുഴയുടെ തീരത്താണ് എന്ത്? മാമാങ്കം നടന്നിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏതാണ്? ഇഞ്ചി, ഏലം, കുരുമുളക്, കറുവപ്പട്ട. ഏതാണ്? ഓപ്ഷൻ ബി, കുരുമുളകിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യവനപ്രിയ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി, കുരുമുളക്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതാണ്? എന്താണ്? സംക്ഷേപ വേദാർത്ഥമാണോ, ഉണ്ണിയാച്ചി ചരിതമാണോ, ഉണ്ണീലി സന്ദേശമാണോ, ഉണ്ണിച്ചിരുദേവി ചരിതമാണോ? ഏതാണ് പൂർണ്ണമായ മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം? ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കബഡി, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി. അതെ, ഒരു ഡൗട്ടും വേണ്ട. ഓപ്ഷൻ ഡി, ഹോക്കിയുമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? അല്ലെ, നമ്മുടെ ആകെ വാരിയെല്ലിലുള്ള അസ്ഥികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 22, 1, 24, 33. ഏതാണ്ട് വാരിയെല്ലിലുള്ള ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 24 ആണ് അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കി നോക്കാം. അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്ത് പറയുന്നു? ഓസ്റ്റിയോളജി എന്ന് പറയുന്നു. മനുഷ്യ ശരീരത്തിലെ ആകെ എത്ര അസ്ഥികളുണ്ട്? 206 ആണ് അല്ലേ. ഇനി തലയോടാണെങ്കിൽ 29 അസ്ഥികളാണ്, നട്ടെല്ല് 26, വാരിയെല്ലുകൾ നമ്മുടെ ചോദ്യമല്ലേ 24 എണ്ണമാണ് ഉള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായിട്ട് നിർമ്മിച്ചത് ആരാണ്? ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായിട്ടുള്ള സ്റ്റെതസ്കോപ്പ് ആദ്യമായിട്ട് നിർമ്മിച്ചത് ആരാണ്? റെനെ ലെനക്, ലൂയി പാസ്ചർ, വില്യം ഐൻതൂവൻ, പിന്നെ റെയ്മൻ വഹാൻ, ദമേദിയൻ. ഓക്കെ, ഇതിന്റെ ഉത്തരം നമുക്ക് എവിടെ നിന്ന് കിട്ടും? SCERT ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ ആ ഒരു മനുഷ്യ ശരീരം വിസ്മയം എന്നുള്ള നമ്മുടെ ആ ഒരു 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്ത്, SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൃത്യമായിട്ട് റെനെ ലെനക്കിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. റെനെ ലെനക് ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. റെനെ ലെനക്കാണ് ഇത് നിർമ്മിച്ചത്. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ലെ. PSC നേരെ ചോദിച്ചിരിക്കുകയാണ്, ഹൃദയമിടിപ്പ് പറയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആര്? ഉത്തരം ആരാണ്? റെനെ ലെനക്കാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? താലോലമാണോ, ആശ്വാസകിരണമാണോ, അതോ സാന്ത്വനമാണോ,
ആയുർദളമാണോ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ആശ്വാസകിരണം ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം സി ആണ് കേട്ടോ. കണയാണോ, സ്കർവി ആണോ, നിശാന്തതയാണോ, വായ്പുണ്ണാണോ? നോക്കി നോക്കാം. ഇത് നമ്മുടെ ആഹാരത്തിലൂടെ ആരോഗ്യം എന്നുള്ള SCERT 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ്. ജസ്റ്റ് നോക്കാം. വൈറ്റമിൻ അതുപോലെ തന്നെ അപര്യാപ്തത രോഗങ്ങളാണ്. എ വരുമ്പോൾ എന്താണ്? നിശാന്തതയാണ് വരുന്നത് അല്ലേ? നിശാന്തതയാണ്. പിന്നെ എന്താണ്? ബി വരുമ്പോൾ എന്താണ്? ഗ്ലോസിറ്റീസ്, അതായത് നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും, വായ്പുണ്ണ് വരുന്നത് നമ്മുടെ വൈറ്റമിൻ ബിയുടെ കുറവ് കൊണ്ടിട്ടാണ്. ഇനി വൈറ്റമിൻ സിയുടെ വരുമ്പോഴെന്താണ്? മോണയിൽ നിന്നുള്ള രക്തസ്രാവം അല്ലെങ്കിൽ സ്കർവി. വൈറ്റമിൻ ഡി വരുമ്പോൾ കണ. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വൈറ്റമിൻ സി ആണ്. എന്താണ്? സ്കർവി. ഓപ്ഷൻ ബി സ്കർവി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഉത്തരം കിട്ടിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏതെന്നുള്ളതാണ്. ചിക്കൻ പോക്സ് ഉണ്ട്, മലമ്പനിയുണ്ട്, കുഷ്ഠമുണ്ട്, കോളറയുണ്ട്. ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാണ്? കോളറ അതുപോലെ വയറിളക്കമൊക്കെയാണ് എന്ത് വരുന്നത്? ഈച്ച മുഖേന പകരുന്ന രോഗങ്ങൾ. അപ്പോൾ ഇവിടെ കോളറ ഓപ്ഷൻസിലുണ്ട്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ആഗോള താപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകമാണ്. നമുക്കറിയാം നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേൻ. ഈ 3 പേരും ആഗോളതാപനത്തിന് കാരണമായ ആൾക്കാരാണ്. പിന്നെ അല്ലാത്ത ആളിപ്പോൾ ആരായിരിക്കും? നൈട്രജൻ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഏതാണ്? പയറാണോ, വഴുതനങ്ങയാണോ, വെണ്ടയാണോ, തക്കാളിയാണോ? ഏത് വിളയുടെ സങ്കര ഇനമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു കിരൺ, അർക്ക, സൽകീർത്തി എന്ന് പറയുന്നത് ഏതാണടാ? വെണ്ടയാണ് കേട്ടോ. ഓപ്ഷൻ സി വെണ്ടയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണോ, കോഴിക്കോടാണോ, കോട്ടയമാണോ, ഇടുക്കിയാണോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഓപ്ഷൻ ബി കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സുന്ദർലാൽ ബഹുഗുണയാണോ, അനിൽ അഗർവാൾ ആണോ, സ്വാമി ചിദാനന്ദ്ജി ആണോ, കുൽദീപ് സിംഗ് ആണോ? ആരാണടാ? അനിൽ അഗർവാൾ ആണ് കേട്ടോ. അനിൽ അഗർവാളാണ് എന്ത്? പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം തുടങ്ങി വെച്ചത് ആരാണ്? അനിൽ അഗർവാൾ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായിട്ട് പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി, VP സിംഗ്, രാജീവ് ഗാന്ധി, AB വാജ്പേയി ഉണ്ട്. നോക്കിയടാ, കേരളത്തിലെ 2ാമത്തെ ദേശീയ ഉദ്യാനം അല്ലേ? പിന്നെ എന്താണ്? കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടും സൈലന്റ് വാലിയാണ്. സൈലന്ത്രി വനം എന്നും എന്താണ് അറിയപ്പെടുന്നുണ്ട്. ജില്ല ഏതാണ്? പാലക്കാടിലാണ് നമ്മുടെ ഈ സൈലന്റ് വാലി ഉള്ളത്. പിന്നെ എന്താണ്? സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984 ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഓപ്ഷൻ ഇന്ദിരാഗാന്ധിയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 1984 നമ്മുടെ സൈലന്റ് വാലി എന്തായിട്ട് ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. എന്നാൽ അത് ഉദ്ഘാടനം ചെയ്ത വർഷം എന്താണ്? 1985 സെപ്റ്റംബർ 7 നമ്മുടെ രാജീവ് ഗാന്ധി ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോക്സൈറ്റ്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറ്റൈറ്റ്. ഓക്കെ, നോക്കിക്കേടാ, ഇതില് നമുക്കറിയാം, ഇവിടെ നോക്കിക്കേ, ഇരുമ്പിൻ്റെത് എന്തൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റീസ്, അതുപോലെ തന്നെ എന്താണ്? സിഡറൈറ്റ്. അലുമിനിയം വരുമ്പോൾ ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഇവിടെ ആരുണ്ട് ഓപ്ഷനിൽ? ബോക്സൈറ്റ് ഉണ്ട്. ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോക്സൈറ്റ് ഏതാണ്? അലുമിനിയത്തിന്റെ ധാതു ആണെന്ന് നമുക്കറിയാം. ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ തന്നെ ഉത്തരം കിട്ടി. ഇനി നമുക്ക് ബാക്കി കുറച്ച് ആൾക്കാരുണ്ട്. മെർക്കുറി എന്താണ്? സിന്നബ. സിങ്ക് എന്താണ്? കലാമൈൻ. സിങ്ക് ബ്ലെൻഡ് അല്ലെ? സിൻസൈറ്റ്. ചെമ്പുണ്ട്, മാലക്കൈറ്റ്, ചാൽക്കോ പൈറേറ്റ്, കുപ്രൈറ്റ്, ചാൽക്കോസൈറ്റ്. പിന്നെ എന്താണ്? കോപ്പർ പൈററ്റീസ്, മാഗ്നീഷ്യം, മാഗ്നസൈറ്റ്, ഡോളമൈറ്റ്, ടിന്ന് വരും, കാസിറ്ററൈറ്റ്. ഓക്കെ, അറിയാന്നുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് നോക്കി എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഉത്തരത്തിലേക്ക് എന്താണ് പെട്ടെന്ന് തന്നെ എത്താൻ സാധിച്ചു. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഒക്കെ എന്താണ്? ഇരുമ്പിന്റെ ധാതുക്കളാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? നോക്കിക്കേടാ, ബിത്തിയോനൻ ആന്റിസെപ്റ്റിക് ആണ്. എന്താണ്? സെക്യുനാൽ ആന്റിസെപ്റ്റിക് ആണ്. ഫിനോൾ എന്താണ്? ഡിസിൻഫെക്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാണ് പ്രസ്താവനകൾ ശരിയായതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ബിത്തിയോനൻ ആന്റിസെപ്റ്റിക് ആണ്. അതുപോലെ തന്നെ എന്താണ്?
ഫീനോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണെന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ ഏതാണ് 1ഉം 3ഉമാണ്. 1, 3 ഓപ്ഷൻ സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2n ആണോ 2n², 2n²? ഏതാണ് 2n² ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെല്ലാമാണ്? നോക്കിക്കേ, ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലി ആണ് കറക്റ്റ് ആണല്ലേ. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് ആരാണ്? മോസ്ലി ആണ്. ഇനി ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീവ് ആണോ? അല്ല, മോസ്ലി ആണ്. ഇനി എന്താണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ശരിയാണല്ലേ. ഇനി നോക്കിക്കേ, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ച്. അപ്പോൾ എന്താണ്? തെറ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതൊക്കെയാണെന്നാണ്. 2ഉം 4ഉമാണ് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ജസ്റ്റ് നോക്കിയേക്കാം. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പരിഷ്കരിച്ചതും ഹെൻറി മോസ്ലി ആണ്. ഓക്കെ, ജലം, ഹൈഡ്രജൻ, പെറോക്സൈഡ് ഈ 2 സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണ അവസ്ഥയുടെ തുക എത്രയാണ്? -1 ആണോ, -2 ആണോ, -3 ആണോ, -4 ആണോ? ഉത്തരം ഓപ്ഷൻ സി -3 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ബലത്തിന്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ജൂൾ ആണോ, വാട്ട് ആണോ, ന്യൂട്ടൺ ആണോ, അതോ ആംബിയർ ആണോ? നമുക്കറിയാം എന്താണ് നമ്മുടെ ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ബാക്കി കാര്യങ്ങളൊന്ന് നോക്കിയിടാം. പ്രവൃത്തിയുടെ എന്താണ്? ജൂൾ ആണ്. ഊർജത്തിൻ്റെതും ജൂൾ ആണ്. മർദ്ദം വരുമ്പോൾ പാസ്കൽ ആണ്. വൈദ്യുത അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് എന്താണ്? കറണ്ട് ആണ് ആംപിയർ ആയിട്ട് വരുന്നത്. പവർ പിന്നെന്താണ്? വാട്ട് ആണ്. ഫോഴ്സ് വരുമ്പോൾ ന്യൂട്ടൺ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ധ്രുവ നക്ഷത്രം, ആൽഫ സെഞ്ചുറി, സൂര്യൻ, വേഗ. ഭൂമിയുടെ ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനമാണോ, ഊഞ്ഞാലിന്റെ ചലനമാണോ, വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തൊടുമ്പോൾ ഉണ്ടാകുന്ന ചലനമാണോ, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണോ? എന്താണ് ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ്. ഓക്കെ, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ്. ബാക്കി ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനമൊക്കെ എന്താണ്? ദോലന ചലനമാണ്. ഓക്കെ, ലെഡ ക്ലിയർ അല്ലേ? മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് കുറേ ക്വസ്റ്റ്യൻസ് നോക്കി. അതിൽ SCRT ഫാക്ട്സ് വെച്ച് നമ്മൾ അതിനെ അനലൈസ് ചെയ്തു. എന്താണ് കുറച്ച് ചോദ്യങ്ങളുടെ SCRT ഫാക്ട്സ് നമ്മൾ നോക്കി. ചില ചോദ്യങ്ങളുടെ റിലേറ്റഡ് ഫാക്ട്സ് അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓപ്ഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കി. ഞാൻ പറയാത്ത കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എഴുതി പോവുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. അതുപോലെ ഏതൊരു ചോദ്യവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭൂരിഭാഗം ചോദ്യങ്ങൾ നമുക്ക് SCRT ആണ് ഇത് PSC ചോദിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് SCRT ടെക്സ്റ്റ് ബുക്സ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.